ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇവർ രാവിലെ എണീച്ചാണ്ടേ അതിൻ്റെ ബാക്കിലാണ് രണ്ടൊരു പമ്പ് ആളെ ചീർപ്പൊക്കെ ഉണ്ട്. ആളെ പമ്പ് പോയിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. നേരത്തെ എണീച്ചിരുന്നു അല്ല നേരെ ഒന്നാമത് തന്നെ ഇവിടെ ഫുള്ള് പിന്നെ പണിയെടുക്കായിരുന്നു കേട്ടോ. JCB കാരും ലോറിക്കാരും മണ്ണടിക്കലായിരുന്നു. അപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടില്ല, നേരത്തെ നീച്ചവിടെ പോയി പമ്പ് പോയി ഫ്രഷായി നമ്മൾ വണ്ടി ടെൻറ്റ് കെട്ടിയ സ്ഥലം കാണിച്ചത്. ഇത് അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. ഒരുപാട് എൻ്റെ ബാക്ക് ഉണ്ടോ, ഒരുപാട് എല്ലാം നമ്മളെ ടെൻറ്റ് കെട്ടിയ ടെൻറ്റിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ നമ്മൾ വണ്ടി വെക്കൽ. നമ്മൾ വണ്ടി ഇതാ ഇവിടെ പിള്ളേരാണ്, ടീംസാണ് അന്വേഷിക്കാൻ വന്നത്. അവർക്കൊരു കൗതുകമാണ് നമ്മളെ വണ്ടി നമ്മൾ. ഇപ്പോൾ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് വന്നത്. അതിനോട് പറയാൻ ചോദിച്ചു, ഞാറിനവരൊക്കെ പറഞ്ഞു. ഇവിടെ എന്തൊക്കെ ബിൽഡിങ് വരേണ്ടത് തോന്നുന്നുണ്ട്. കാരണം വേറെ സ്ഥലത്ത് നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് ഇതിങ്ങോട്ട് പിന്നെ മണ്ണിട്ട് പൊന്തിക്കാണ് ഫുള്ള് മണ്ണ്. രാത്രിയൊക്കെ ഫുള്ള് ഇവിടെ മണ്ണടിക്കലേന്. അതിൻ്റെ ഉറക്കം കൂടെ റെഡി ആയിട്ടില്ല. ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരലുണ്ട് തോന്നുന്നുണ്ട്. കാരണം ഇതേമാതിരി ഫുഡ് കഴിക്കാനും വണ്ടി നിർത്താനൊക്കെ ലോറിക്കാരും കാര്യങ്ങളൊക്കെ വരെ സ്റ്റേ ചെയ്യലുണ്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് കച്ചറാണ്. കഴിച്ച പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ അതുപോലെ ഇട്ട് പോയിക്കാം. സംഭവം നല്ല സൗകര്യമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊക്കെ സ്ഥലമൊക്കെയാണ്. പക്ഷേ എന്താ വൃത്തിൻ്റെ കാര്യത്തിൽ ഒരിതില്ല. ഈ ഏരിയ കാണാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രസമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീൽ ഉണ്ട് ഇവിടെയൊക്കെ കാണുമ്പോഴേ. ഓടി ഉണ്ടാവും ഫ്രഷ് ആയിട്ട് വേണം നമുക്കിങ്ങനെ പോകാൻ. ഇപ്പോഴേ നമ്മളെ ചെക്കന്മാരിതാ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ വീട്ടിൽ അല്ല. അപ്പോൾ ഇത് ആ മണ്ണിട്ട സ്ഥലമുണ്ട് നമ്മളത് കാണിച്ചതിന് അതിന് മേലേക്ക് കൊണ്ടു നിൽക്കുകയാണ്. ഈ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഏതായാലും ഒരു രക്ഷയില്ല കേട്ടോ. ചെക്കന്മാർ തിപ്പിലുണ്ട് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പുളി നമ്മളെ നാടൻ പുളിയിൽ ഒറ്റ അതിൻ്റെ മേലേക്ക് ഇരിക്കണം. ഞാൻ ഇവരെ കൊണ്ട് തോറ്റാതാരും. ബായ് ഇതരാ അതുപോലെ ഇതാ അടുത്താണ് ക്യാമറ മുന്നിൽ വരെ ഭയങ്കര മടിയാണ് രണ്ടിനും. ഒന്നോട്ടെ ഇറങ്ങിക്കോ, നോമ്പാണ് മോനെ. ഇതല്ലേ ഇതാണ് ഇതെടുക്കാനാണ് ആ കുട്ടി അവിടെ നിന്ന്. നമ്മളങ്ങനല്ലേ സാധനങ്ങളൊക്കെ സെറ്റാക്കി ഗുവാഹട്ടിയിലേക്ക് പോകേണ്ടിരിക്കുക കേട്ടോ. ഈ പാലത്തിന് താഴെ കാണുന്ന ഈ നദി ഉണ്ടോ, എന്താണ് ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ നദി. ഭയങ്കര എന്താ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു. ഈ പാലം ചെന്ന് ചേരുന്ന ടൗണാണ് കേട്ടോ ഗുവാഹട്ടി എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് പോകാനുള്ള ടൗണ്, നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന ടൗണ്. ഇതാണ് കേട്ടോ ഗുവാഹട്ടി ടൗണ്. അത്യാവശ്യം തിരക്ക് പിടിച്ചിട്ടുള്ള ട്രാഫിക്കുള്ളൊരു ടൗണാണ്. ഫ്രൂട്ട്സ് ആണ് വാങ്ങാൻ പോകുന്ന കേട്ടോ. ഒരു ബത്തക്കട വാങ്ങിച്ചു. ചെറിയ ചെറിയ മാർക്കറ്റാണ്. വീട്ടുപകരണങ്ങളുണ്ട്, ടോയ്സ് ഉണ്ട് കുട്ടികളെ. അടക്കി പറ്റിലും ചാക്കുകളൊക്കെ ആവുമുണ്ട്. ഏത് ഐറ്റംസ് പരിപ്പും പൊടികളും എല്ലാ ഐറ്റംസ് പൊടിയും ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത മുതലില്ല. പച്ചക്കറി കണ്ടില്ല നേരത്തെ വെച്ചിന്. മീൻ വണ്ടികൾക്ക് മീൻ ഒരു ഭാഗത്ത്. ഇതിനൊക്കെ തലേനൊക്കെ വലുപ്പം നോക്കിയാണ്. ഇത് സ്വാറാണ് കേട്ടോ. സ്വാറാണ് എന്താ ഇപ്പം നമ്മുടെ അടുത്തത് ഞാൻ പൊരിക്കടി കേട്ടോ. ഇത് മസാല ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. സമൂസയൊക്കെ അതുക്ക് തുക്കളെ അതുക്ക് തുക്കാന പരിപാടിയായിരുന്നു. ഇത് കോഴിമുട്ട എഗ്ഗ് പൊരിച്ചത്, സമൂസ, ഉള്ളിവട, 3-4 നമ്മളാണ് എടുത്തിന്.